Hey traders, welcome back another episode of Smart Money Series. ഈ ഒരു സീരീസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോം കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് ലേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോനകത്ത് നമ്മളൊരു ട്രേഡിംഗ് വ്യൂയുടെ എൻഡർ സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് യൂസ് കേസസും ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളതും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ ടൂൾസിനെയും കസ്റ്റമൈസേഷനും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എന്ത് ചെയ്യാവുന്നതാണ്, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളൊരു പക്ക ബിഗിനർ ആണ് ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സീരീസ് എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ മതി. ഈ ഒരു മൊത്തം എപ്പിസോഡിനകത്ത് നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ഇൻക്ലൂഡിങ് അക്കൗണ്ട് ഓപ്പണിംഗ് തൊട്ട് ആൻഡ് ഇതിൻ്റെ വാട്ട് ഇസ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഇതിൻ്റെ പെയ്ഡ് വേർഷനും ഫ്രീ വേർഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിനൊരു മൊത്തം എൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെങ്തി വീഡിയോ ആണ്, ഞാൻ ഇത് ഷോർട്ട് ആക്കണം എന്ന് വിചാരിച്ചു, പിന്നെ തോന്നി ഇത് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് മച്ച് ബെറ്റർ എന്ന്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചാർട്ട് പ്രാക്ടീസിന് വേണ്ടി അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിന് വേണ്ടി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മെയിൻലി ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആളുകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രൈസ് സെഷൻ ടെക്നിക്കലി ഒരു പ്രൈസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് മണി കോഴ്സ് ആണെങ്കിലും ഇറ്റ്സ് എ പ്രൈസ് ആക്ഷൻ. എന്നുവെച്ചാൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ കാൻഡിൽസ്റ്റിക് ഇൻഫർമേഷൻസിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചാൽ പ്രൈസ് മാർക്കറ്റിനകത്ത് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയ തിങ്സിനെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈസ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓൾസോ അതിൻ്റെ ബേസിലാണ് സ്ട്രാറ്റജീസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് ആയുള്ള സ്ട്രാറ്റജി ആയിക്കോട്ടെ, എവറിത്തിങ് ബേസ്ഡ് ഓൺ ഈ ഒരു പ്രൈസ് പ്രീവിയസ്ലി മാർക്കറ്റിനകത്ത് എന്താണോ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൈസിനെ നമ്മൾ ടെക്നിക്കലി അനലൈസ് ചെയ്യുന്നത്. ആ ഒരു ടെക്നിക്കലി ഒരു പ്രൈസിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഫണ്ടമെൻ്റൽ അനാലിസിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ടെക്നിക്കലി ആണ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്, അതിൻ്റെ പ്രീവിയസ് ആയുള്ള പ്രൈസ് ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് വെച്ചോ. സോ അങ്ങനെ പ്രീവിയസ് ആയുള്ള പ്രൈസ് ഡാറ്റ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് റിസോഴ്സസ് വേണം. സോ ആ റിസോഴ്സിനകത്ത് വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് ട്രേഡിംഗ് വ്യൂ. ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്ക് investing.com-നകത്ത് ഇൻബിൽഡ് ആയിട്ട് ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. പക്ഷേ അതും ട്രേഡിംഗ് വ്യൂയുടെ ഇൻ്റഗ്രേഷൻ ആണ്. ഓൾസോ നമുക്ക് ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇറ്റ്സ് സിമിലർ ലൈക്ക് ട്രേഡിംഗ് വ്യൂ. ഐ തിങ്ക് ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ട്രേഡിംഗ് വ്യൂന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൻഡ് പിന്നെ അതുപോലെ നിഞ്ച ട്രേഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് MT5, MT4 മെറ്റാ കാർഡ്സ് ഉണ്ട്. ദെൻ ട്രേഡർ ഉണ്ട്. ആൻഡ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ട്രേഡ് ലോക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ചാർട്ട് അനാലിസിസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ ട്രേഡ് ലോക്കറൊക്കെ ആണെങ്കിലും അത് ഇൻസ്പയർഡ് ഫ്രം ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഏറ്റവും കോർ, നമ്മൾ കാതൽ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോർ എന്ന് പറഞ്ഞ ട്രേഡിംഗ് വ്യൂ ആണ്. ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് പല റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും എൻ്റെ ഇരിക്കുന്നത് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസ് ആക്ച്വലി ഇതാണ് ട്രേഡിംഗ് വ്യൂയുടെ ഒരു ബേസിക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കില്ല. ഇറ്റ് സംതിങ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, നിങ്ങൾ വൺസ് നിങ്ങളെ ചാർട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ ഈ ഒരു നിൽക്കുന്നതിൽ നിന്നും ഞാൻ എൻ്റെ ചാർട്ടിനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒത്തിരി കസ്റ്റമൈസേഷൻ വെച്ചാൽ അങ്ങനെ തല പുകഞ്ഞുണ്ടാക്കുന്ന കസ്റ്റമൈസേഷൻ ഒന്നുമല്ല, വളരെ കുഞ്ഞു കുഞ്ഞു കസ്റ്റമൈസേഷൻ ആണ്. പക്ഷേ ഇതെനിക്ക് ഏറ്റവും ബെറ്റർ ആയുള്ള രീതിയിലാണ് ഞാനിതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനെനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, കാൽസ്റ്റിക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ആൻഡ് എനിക്ക് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ലൈൻസ് യൂസ് ചെയ്യാം. എവറിത്തിങ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ചാർട്ട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും നമുക്കാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ രീതിയിൽ ഞാനിതിനെ ചാർട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ലെസണിനകത്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അക്കൗണ്ട് ഓപ്പണിംഗ്.
അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ എടുക്കാം. ഓക്കെ. സോ വൺസ് നിങ്ങളുടെ ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ അവിടെ സെർച്ച് ചെയ്യേണ്ടതുണ്ടാവില്ല. അവിടെ നിങ്ങൾ എന്ത് സെർച്ച് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോറി. ട്രേഡിംഗ് വ്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എൻറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. സോ സെർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സെർച്ച് റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് റിസൾട്ടിൽ മേ ബി അഡ്വർടൈസ്മെന്റ് മറ്റൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ in.tradingview.com എന്നാണ് ഫസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ട്രേഡിംഗ് വ്യൂയുടെ ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്, ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നത് ഇതുപോലുള്ളൊരു ഇന്റർഫേസിലേക്കായിരിക്കും. ഈ കാണുന്ന സ്ക്രീനകത്ത് പോലെ ഇന്റർഫേസിലേക്കായിരിക്കും. ഇതാണ് ട്രേഡിംഗ് വ്യൂയുടെ ലാൻഡിംഗ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം പേജ്. ഈ ഹോം പേജിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് പ്രോഡക്ട്സ്, കമ്മ്യൂണിറ്റി, മാർക്കറ്റ്സ്, ബ്രോക്കർ ആൻഡ് മോർ. ഇവിടെ നമുക്ക് ചെറിയതിൻ്റെ ഒരു കോഡ്സ് കാണാം. ആൻഡ് ഓൾസോ നമുക്ക് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വൺസ് നിങ്ങൾ ഈ ഒരു പേജിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ക്ലിക്ക് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് ജസ്റ്റ് ലോഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ലോഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രൊമോ പേജിലേക്കായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഇതിനകത്ത് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറൗണ്ട് 995 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ റണ്ണിങ് ഉണ്ട്. ഓഗസ്റ്റ് 15th അല്ലേ, ഓഗസ്റ്റ് 15ന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. എനിവേസ് നമ്മളിപ്പോൾ പ്രീമിയം എടുക്കാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. വൺ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കോ ട്വിറ്ററോ യാഹുവോ ആപ്പിൾ ഐഡിയോ ലിങ്ക്ഡിനോ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യം, ഐ മീൻ നമുക്ക് ചില ഓതന്റിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സെലക്ട് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ എന്ത് ചെയ്യും, നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യും. ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഗൂഗിളിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ഓതന്റിക്കേഷൻ വഴി ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, ഓതന്റിക്കേഷൻ വഴി വേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഇമെയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഐ ആം നോട്ട് റോബോട്ടിൽ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ എല്ലാവർക്കും വരണം, ചിലപ്പോൾ വരണമെന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. വൺസ് നിങ്ങൾ ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് എന്ത് വരും, ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്കിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ട്രേഡിംഗ് വ്യൂയുടെ അക്കൗണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഈ പാസ്വേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇമെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് അല്ലാതെ ഒരിക്കലും നിങ്ങളിവിടെ കൊടുക്കരുത്. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിനകത്തുള്ള ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം പോയിട്ട് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുക. വൺസ് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു പേജ് റീഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത് നേരെ എത്തുന്നത് ഇവിടെ ആയിരിക്കും, ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക. സോ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ again ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് അൾട്ടർനേറ്റീവ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു ടാബും കൂടി ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോണിനകത്ത് നമുക്ക് പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോറിനകത്ത് നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇതേ സെയിം പ്രോസസ്, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, സെയിം പ്രോസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പേജിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഫോർവേഡ് ആയിട്ട് ഇതിൻ്റെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ വേണ്ടി വരാം, ഞാൻ നേരത്തെ തന്നെ ഇവിടെ പ്രോഡക്ട്സ് കമ്മിറ്റിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓൾസോ മുമ്പ് ഇവിടെ സൈൻ അപ്പ്, മുമ്പ് വേറെ ഓപ്ഷൻ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ്, ലോഞ്ച് സൂപ്പർ ചാർട്ട്സ്. സൂപ്പർ ചാർട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡിംഗ് വ്യൂ ചാർട്ട്സിനെ നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ട്സിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൂപ്പർ ചാർട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഈ ലോഞ്ച് സൂപ്പർ ചാർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ പ്രോഡക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ മൗസിനെ കേഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൂപ്പർ ചാർട്ട്സ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഒന്ന് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഈ ഓപ്ഷൻ വന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഡക്ട്സിൽ പോയിട്ട് നേരെ സൂപ്പർ ചാർട്ട്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ചാർട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ സൂപ്പർ ചാർട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഈ രീതിയിലായിരിക്കും ട്രേഡിംഗ് വ്യൂയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വരിക. ഡിഫോൾട്ട് ആയിട്ട് നമുക്കിവിടെ ആപ്പിളിൻ്റെ നാസ്ഡാക്കിനകത്തുള്ള US സ്റ്റോക്സിനകത്തുള്ള ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ ആയിരിക്കും നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓൾസോ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഐ മീൻ ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയി കിടക്കുന്നുണ്ടാവും.
ഇതൊക്കെ നമുക്ക് എന്താന്നുള്ള ഓരോന്നിച്ചായിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു പെട്ടെന്ന് പറഞ്ഞു പോവാം. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചാർട്ട് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇന്റർഫേസിലായിരിക്കും നമ്മൾ എത്തിപ്പെടുന്നുണ്ടാവുക. തൊട്ട് മുമ്പ് പറഞ്ഞു. ആൻഡ് ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ചാർട്ടിംഗ് ടൂൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് മണി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്, റെക്ടാംഗിൾ ബോക്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. ആൻഡ് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ട്രേഡിംഗ് വ്യൂവിനകത്തുള്ള ഇന്റഗ്രേറ്റഡ് ആയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമുക്ക് വരുന്നത് വാച്ച് ലിസ്റ്റ്. വാച്ച് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെറ്റ് ഓഫ് പെയേഴ്സ് ഉണ്ടാവുമല്ലോ, ഫോറക്സ് പെയേഴ്സോ അല്ലെങ്കിൽ സ്റ്റോക്സ് ഉണ്ടാവുമല്ലോ. അത്തരം സ്റ്റോക്സിനെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാച്ച് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഒരു ക്ലോക്കിന്റെ ചിഹ്നം കാണും. ഈ ക്ലോക്കിന്റെ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്മാർട്ട് മണി വെച്ചിട്ട് ഒരു ചാർട്ടിനെ അനലൈസ് ചെയ്തു. അപ്പോൾ എന്റെ സപ്ലൈ സോണിൽ വരാൻ പ്രൈസ് ഒത്തിരി സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു അലാം അടിക്കണമെങ്കിൽ ഓക്കെ, അലാം അത് എൻ്റെ ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്തോ എനിക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അത്തരം നോട്ടിഫിക്കേഷൻ നമ്മൾ ചാർട്ടിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റുക? ഈ അലാമിനകത്താണ് കാണാൻ പറ്റും. ഓൾസോ നമുക്ക് ഇവിടെ പുതിയൊരു അലേർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും. ദെൻ ഇതിനകത്ത് വരുന്നതാണ് പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാല് നമ്മുടെ ചാർട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ആ വരച്ചു ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസ് അല്ലെ വരച്ചു ചെയ്യുന്ന എല്ലാ ടൂൾസും നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സിനകത്ത് വന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അത് ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാനും, അതിനെ അറേഞ്ച് ചെയ്യാനും എല്ലാ ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്കിവിടെ ചാർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് വ്യൂയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജസോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട്സ് വരുവാണെങ്കിൽ അത്തരം മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു കാണുന്ന ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിന്റെ സ്ക്രീൻ പോലൊരു പ്ലാറ്റ്ഫോം ഒന്നും നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് വെരി നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ആഹ്, ന്യൂസ് കാര്യങ്ങളൊക്കെ ഈവന്റ്സ് ഒക്കെ നോക്കാനുള്ള ഒരു ഏരിയയാണ് അടുത്ത ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫീഡ്സ് ഐ മീൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചാർട്ട്സ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൾസോ. കമ്മ്യൂണിറ്റിയിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ഫൂട്ടർ സൈഡിലേക്ക് വരുമ്പം ഇതിന്റെ കുറച്ച് സ്ട്രാറ്റജി ടെസ്റ്റിങ്ങും അതുപോലുള്ള പൈൻ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ട്രേഡിംഗ് ജേർണലും ട്രേഡിംഗ് പാനലും ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ ടൂൾസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. താഴത്തെ ഭാഗം കാണാൻ പറ്റും. ഇത് മെയിൻലി സ്ട്രാറ്റജി ടെസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡിംഗ് യൂസ് ചെയ്ത് സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യാം? സ്ട്രാറ്റജി ടെസ്റ്റിൽ യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? പൈൻ എഡിറ്ററിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ട്രേഡിംഗ് പാനൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബ്രോക്കേഴ്സ് ട്രേഡിംഗ് വ്യൂആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബ്രോക്കേഴ്സ് ഏതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡിംഗ് വ്യൂആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ടൂളാണ് താഴെ കിടക്കുന്നത്. എന്നാൽ അതിന് തൊട്ട് മുകളിൽ കിടക്കുന്നത് ടൈം ഫ്രെയിംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ, 5 ഡേ, 1 എം, 3 എം എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ ചാർട്ട് ഉണ്ടല്ലോ, അത് ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഹൈസ്റ്റ് ടൈം ഫ്രെയിംസ് ആണ് ഇവിടെ ക്വിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ തൊട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത പീരീഡിലേക്ക് ക്വിക്കായിട്ട് പോകണമെന്ന് വെച്ചോ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു ടൈമും ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ചാർട്ടിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൂട്ടർ സൈഡിലുള്ളത്. ദെൻ റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന ഏരിയ. ഈ റൈസിൽ ഇവിടെ കാണുന്നതാണ് പ്രൈസിങ്. നിലവിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്സിന്റെ ഇപ്പോഴത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? ഈ റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ മൗസിന്റെ കഴ്സർ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യുഎസ്ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡിഫോൾട്ട് ആയിട്ട് യുഎസ്ഡി ആണുള്ളത്. നിങ്ങളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്സിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഐഎൻആറിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് എവിടെയുള്ളത്? റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് ടോപ്പ് കോർണറിൽ ഇത്രയും ഏരിയാസ് ഇവിടെ ഉണ്ട്.
ഓക്കെ. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ടോപ്പ് കോർണറിലുണ്ട്. ദെൻ ഇതെല്ലാം എന്തെല്ലാം ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെയറിന്റെ സിമ്പിളാണ് കാണിക്കുക. ഒരു എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ആപ്പിൾ ആണ് നിങ്ങൾ ഈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കാണുന്ന ഇൻഫർമേഷൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആപ്പിൾ ഫുൾ ആയിട്ട് കാണിക്കും, ഏത് എക്സ്ചേഞ്ച് എന്നാണ് ഇവിടെ കാണിക്കും. അതിന്റെ ഒരു സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഷോർട്ട് ഫോം ട്രേഡിംഗ് വ്യൂവിനകത്ത് നമുക്ക് ഓരോ പേരിനും ഓരോ ഷോർട്ട് ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യുഎസ് ഡോളറും യൂറോയും. അപ്പം അതിന് ഷോർട്ട് ഫോം ആയിട്ട് യൂറോ യുഎസ്ഡി അല്ല ഇയുആർ യുഎസ്ഡി. അപ്പോൾ നമ്മൾ വലിയ ഫോം എന്താ യൂറോ യുഎസ്ഡി, വെൻ കംസ് ടു ഷോർട്ട് ഫോം ഇയുആർ യുഎസ്ഡി. ഈ രീതിയിൽ അങ്ങനെ പലതിനും പല ഷോർട്ട് ഫോംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു അറ്റ് എ ടൈം നമുക്കൊരു ചാർട്ട് വേറെ ചാർട്ട് കമ്പയർ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ഡെയിലി എന്ന് കാണിക്കുന്ന ടൈം ഫ്രെയിംസ് ആണ്. ഇവിടെ നമുക്ക് ചാർട്ട്സിന്റെ ഒരു ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ചാർട്ട്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നതാണ് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോളോ ക്യാൻഡിൽസ് കാണാം. അതേപോലെ തന്നെ ലൈൻ ചാർട്ട് ഉണ്ട്. ദെൻ വോളിയം വിത്ത് ലൈൻ വിത്ത് മേക്കേഴ്സ് ഉണ്ട്. ഓൾസോ ഓപ്പൺ ലോ ക്ലോസ്, ഇങ്ങനെ പല രീതിയിലുള്ള ചാർട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആണ് അല്ലെങ്കിൽ ഏത് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പേഴ്സണലി ഞങ്ങൾ ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി പല രീതിയിൽ ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. ലൈക്ക് എന്താ പറയുക, വി വാപ്പ്, ബൊളിഞ്ചർ ബാൻഡ്സ്, സൂപ്പർ ട്രെൻഡ്, പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇതെല്ലാം ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് ഇറ്റ്സ് എ സ്ട്രാറ്റജി. അപ്പോൾ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാം? ഈ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി പറ്റും, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ടി പറ്റും. പിന്നെ ഓൾസോ നിങ്ങൾ സെറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററിന്റെ ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റർ ടെംപ്ലേറ്റ് നിങ്ങൾക്ക്, സപ്പോസ് ഞാനിവിടെ ഒരു സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്ത് ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വരുത്തി ഞാൻ ചാർട്ടിനെ സെറ്റ് ചെയ്ത് വെച്ചോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഐ മീൻ നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് ആ ഒരു ടെംപ്ലേറ്റിനെ ഇവിടെ വന്നിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ സേവ് വെച്ചിട്ട് അലേർട്സ് ഞാൻ നമ്മൾ ഇവിടെ ഉള്ള സെയിം സാധനത്തിന് നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ അലേർട്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ദെൻ റീപ്ലേ ബാർ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റിംഗിന് വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ സ്മാർട്ട് മണി കോഴ്സ് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ആ സ്മാർട്ട് മണി കോഴ്സ് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ചാർട്ടിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേ ബാർ യൂസ് ചെയ്യാം. അപ്പോൾ റീപ്ലേ ബാർ യൂസ് ചെയ്യുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയേ, ഇത് എൻ്റെ ഒരു വേറൊരു ചാർട്ടാണ്, സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്മാർട്ട് മണി യൂസ് ചെയ്തതിന് ചാർട്ടിനെ അനലൈസ് ചെയ്തെന്ന് വെച്ചോ. നിങ്ങളൊരു സപ്ലൈ സോൺ മാർക്ക് ചെയ്തു. ഈ സപ്ലൈ സോണിൽ വന്നതിന് ശേഷമുള്ള പ്രൈസിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് നോക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ചെയ്യുക. ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ആ സപ്ലൈ സോൺ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സപ്ലൈ സോൺ മാർക്ക് ചെയ്തു. ആൻഡ് ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് നോക്കണം എന്ന് വെച്ചാൽ, അപ്പോൾ ഓൾറെഡി ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ എങ്ങനെയാണ് നടന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ലോവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ ഇവിടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലേ ബാർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സപ്പോസ് ഇത്രയും ഇൻഫർമേഷൻസ് ഇവിടെ മുമ്പ് നടന്ന ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട വെച്ചാൽ, അത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ജസ്റ്റ് റീപ്ലേയിൽ ക്ലിക്ക് ചെയ്യുക. എവിടെ തൊട്ട് എവിടെയുള്ള ഇൻഫർമേഷൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഹൈഡ് ചെയ്താൽ. അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് അവിടെ എന്താവും, പോകും. അപ്പൊ അതിന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റീപ്ലേ ബാർ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, റീപ്ലേ ബാർ നമുക്ക് പ്രീമിയം ഫീച്ചറാണ്. നമുക്ക് പെയ്ഡ് വെർഷനകത്ത് അത് എന്ത് ചെയ്യൂല, ഐ മീൻ പ്രീമിയം ആണ്, പെയ്ഡിനകത്തേ കിട്ടുള്ളൂ. നമുക്ക് ഫ്രീ വേർഷനകത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പെയ്ഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാക്ക് ടു നമ്മുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ പിന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അണ്ടും റീഡും ആണ്. നിങ്ങൾ കാര്യം ഇതിനകത്ത് ഓൾറെഡി ചെയ്ത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ അണ്ടു റീഡ് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു സ്ക്വയർ ബോക്സ് കാണാൻ വേണ്ടി പറ്റും. ഇത് എന്തിനാ മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റിയ ടൈംസ് മൾട്ടിപ്പിൾ ചാർട്ട്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പൊ നോക്കിയാൽ കൂടെ ഒറ്റ ചാർട്ട്സേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ ടൈം ഒരു സ്ക്രീനകത്ത് തന്നെ 3 ചാർട്ട്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ സ്ക്രീൻ റിക്വയർമെന്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അഗെയിൻ ഇത് പ്രീമിയം ആണ്, ഫ്രീ വേർഷനകത്ത് കിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തു. എനിക്ക് അറ്റ് എ ടൈം ഇവിടെ 3 ചാർട്ട്സ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത്, എൻ്റെ മുന്നിൽ 3 ചാർട്ട്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഒരേ സമയത്ത് എനിക്ക് 3 ചാർട്ട്സ് എന്ത് ചെയ്യാം, അറ്റ് എ ടൈം അനലൈസ് ചെയ്യാനും. ഞാനിപ്പോൾ 3 ചാർട്ടിനകത്ത് ഡ്രോ ചെയ്ത് വെച്ചു. ഈ 3 ചാർട്ടിനകത്ത് ഡ്രോ ചെയ്ത് എനിക്ക് ഒന്നുകിൽ ഞാൻ പേരിനകത്ത് ഫ്രീനകത്ത് എന്ത് ചെയ്യണം, ഓരോന്നും ഞാൻ വാച്ച് ലിസ്റ്റിനകത്ത് പോയിട്ട് ഇങ്ങനെ മാറ്റി എന്ത് ചെയ്യണം, നോക്കണം അവിടെ ഡ്രോ ചെയ്ത്. പക്ഷേ ഈ ഒരു പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സിംഗിൾ സ്ക്രീനിനകത്ത് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാണ് ആ ഒരു ടൂൾ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ ലേഔട്ട്സ് ആണ്. ലേഔട്ട്സിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ലേഔട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഐ മീൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു തീം യൂസ് ചെയ്യുന്നത് വെച്ചോ, നിങ്ങൾക്ക് വേറെ തീം വേണമെന്ന് വെച്ചോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ദിസ് മാറ്റർ. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതെങ്കിലും ടൂളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ്.
ദെൻ സെറ്റിംഗ്സ് ഈ ട്രേഡിംഗ് വ്യൂയുടെ സെറ്റിംഗ്സ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഒരു 4 കോർണർ ആയിട്ടുള്ള ഒരു ഏരിയ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീനിലേക്ക് മാറും. വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ. ദെൻ ഒരു ക്യാമറയുടെ ബട്ടൺ കാണും ഫോർ സ്ക്രീൻഷോട്ട്. ഓക്കെ. നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാ? വിൻഡോസ് ഷിഫ്റ്റ് എസ്. അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് പ്രിന്റ് സ്ക്രീൻ ഇങ്ങനെയാണ് നമ്മൾ അതിന് എന്ത് ചെയ്യും സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രശ്നം നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗം സ്ക്രീനകത്തുള്ള മൊത്തം ഭാഗം വരും. ഇനി വിൻഡോസ് പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയ എടുക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ അതിന് പകരം ഷെയ്ഡിംഗ് തന്നെ ഇന്റഗ്രേറ്റ് ഉള്ള സംഭവമാണ് ഈ ഒരു സ്ക്രീൻഷോട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ആവും. നോക്കുമ്പോൾ ഏത് രീതിയിലായും കാണാൻ വേണ്ടി പറ്റുക? ഈ രീതിയിൽ. നമുക്ക് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ. അപ്പോൾ ഇതാണ് ഈ സ്ക്രീൻഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു ചാർട്ട് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കമ്മ്യൂണിറ്റിനകത്ത് ഈ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ പബ്ലിഷ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഷെയ്ഡിംഗ് ഒരു ചെറിയൊരു ഔട്ട്ലുക്ക് എന്നാണ്. പിന്നെയുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് എന്നുവെച്ചാൽ ഷെയ്ഡിംഗ് പേഴ്സ് കാണും. ഓൾസോ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് വാല്യൂ ഓരോ ക്യാൻഡിൽസിന്റെയും ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓരോ ക്യാൻഡിൽസ് നമ്മൾ പ്രൈസിന്റെ അല്ലെ എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ട് ബൈ ആൻഡ് സെൽ ബട്ടൺ കാണാം. ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കർ ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രേഡിംഗ് വ്യൂ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ബ്രോക്കറും കയ്യിലുണ്ട്. ചില ബ്രോക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇതിനകത്ത് ബയോ സെല്ലർ നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ഇതേ സെയിം ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ഒരു ടാബ് ആണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് എവിടെ കാണാം? ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓൾസോ ഇതിന് താഴെയുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഡിഫോൾട്ട് ആയിട്ട് വോളിയം ചാർട്ട് വന്നിട്ടുണ്ട്. ആ വോളിയം ചാർട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് എവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൗസിന്റെ കഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ് വ്യൂയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. കസ്റ്റമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ചാർട്ട്സിനെ കുറച്ചും കൂടി ക്ലീൻ ആക്കാം എന്നാണ് ഈ ഒരു കസ്റ്റമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് തന്നിരിക്കുന്ന ഈ ഒരു ചാർട്ടിനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ കാൻഡിൽസിന്റെ കളർ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിലും എല്ലാം ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? കസ്റ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ടാബ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ. ഈ ടാബിന് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. മുകളിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റും താഴെ ഈ ഒരു പെർട്ടിക്കുലർ ഷെയറിന്റെ എന്താ പറയാ ഒരു ചെറിയൊരു ബേസിക് ആയുള്ള ഇൻഫർമേഷൻസ് ചെറിയല്ല ഒരുപാട് ഗ്രീൻസും മാർക്കിന്റെ ഇപ്പോഴത്തേതും ഓവറോൾ സ്റ്റാറ്റിറ്റിക്സ് ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കാണാം. അപ്പൊ ഇവിടെയും നമുക്കൊരു കസ്റ്റമൈസേഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ചാർട്ടിനെ കുറച്ചും കൂടി ക്ലീൻ ആക്കാം. അപ്പൊ ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം വാച്ച് ലിസ്റ്റ് എപ്പോഴും ആവശ്യമില്ല. എനിക്ക് മാറ്റുന്ന സമയത്ത് മാത്രം മതി. ഓൾസോ ഈ ഒരു ഡാറ്റ ഈ താഴെ കാണുന്ന ഒരു ഡാറ്റ എനിക്ക് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൗസിന്റെ കേസിൽ അവിടെ കൊണ്ടുപോവുക. കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവിടെ കണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്ന ആരോ ജസ്റ്റ് എന്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പൊ ആ ഒരു സാധനത്തിന് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ളത് ഇത്രയും ഇൻഫർമേഷൻ ആണ്. ഇതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാച്ച് ലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പുതിയൊരു പേര് ഇതിനകത്ത് ആഡ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നിലവിലുള്ള ഇതിനകത്തുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൗസിന്റെ കേഴ്സർ കൊണ്ടുപോവുക. ഇവിടെ എന്ത് ചെയ്യും? ഒരു ട്രാഷ് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ട്രാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ ഈ ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഡിഫറെന്റ് ടൂൾസ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് ഏത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് തിരിച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ തിരിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇത് വാച്ച് ലിസ്റ്റ് ആണ്, അത് ഹൈഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ തന്നെ അകത്തേക്ക് പോകും. വീണ്ടും ആവശ്യമുണ്ടെങ്കിലോ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഞാനത് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അത് ചെയ്യാൻ പോകുന്ന കസ്റ്റമൈസേഷൻ ഞാൻ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ ആവശ്യം ഇത് ഇവിടെ തന്നെ കിടന്നോട്ടെ. പക്ഷെ എനിക്കത് ആവശ്യമില്ലാതെ ഞാൻ ആ വോളിയം പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കാം, റിമൂവ് കൊടുക്കാം. അല്ലെങ്കിൽ മൗസിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഇതുപോലെ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. റിമൂവ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ഓൾസോ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിമൂവ് ഡ്രോയിങ്സ് ഉണ്ടാവും. ഞാൻ ഒന്നും ഡ്രോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ റിമൂവ് ഇൻഡിക്കേറ്റേഴ്സേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേറ്റർ എനിക്ക് പോയി. ഇനി അടുത്ത വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാർട്ടിൽ എനിക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ലൈൻസ് അല്ലേ? ചില റെക്ടാംഗിൾ ബോക്സ് കാണാൻ വേണ്ടി പറ്റില്ല. അതൊന്നും എനിക്ക് വേണ്ട. ഓൾസോ ഞാൻ ഈ ഒരു ക്യാൻവാസിന്റെ കളറൊക്കെ മാറ്റാൻ തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്നേ നിങ്ങൾക്ക് ഇവിടെ നേരെ മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അല്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷൻ വെച്ചാൽ നിങ്ങളിപ്പോൾ ഫോണിനകത്തൊക്കെയാണെങ്കിൽ പിന്നുള്ള ഓപ്ഷൻ വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു കാൻവാസ് ഉണ്ടല്ലോ, ജസ്റ്റ് കാനിൽ അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ടച്ച് ചെയ്യുമ്പം ഇതുപോലൊരു വൈറ്റ് ബബിൾ വന്നത് കണ്ടോ? ചില ബബിൾ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അത് വന്നു കഴിഞ്ഞാൽ അതിന്മേൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യാം. ഇപ്പം സിസ്റ്റത്തിനകത്താണെങ്കിൽ ജസ്റ്റ് മൗസ് കൊണ്ട് 2 തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഫോണിനകത്താണെങ്കിൽ ടാബിനകത്താണെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിലാണ് ഇവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താലും മതി. ആൻഡ് ഇതാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂയുടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിംബൽ ആണ്. സിംബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാൻഡിൽസ്റ്റിക്കിന് വേണ്ട കസ്റ്റമൈസേഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ കാൻഡിൽസിന്റെ കളറൊക്കെ മാറ്റാൻ വെച്ചോ. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ബോഡി, ബോർഡേഴ്സ് ആൻഡ് വിക്ക്. ഓക്കെ. സോ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്യാൻഡിൽ എടുത്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിന് കുറച്ച് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ പോകുന്നുണ്ട് വലിയ ക്യാൻഡിൽസിന് വേണ്ടി. ഓക്കെ, സോ ജസ്റ്റ് 1 അവർ. ഓക്കെ, ഓക്കെ. എന്താണ് ബോഡി, ബോർഡർ ആൻഡ് വിക്സ്? ഓക്കെ, ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻഡലിലെ ഇൻസൈഡ് ഉള്ള കളറിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോർഡർ എന്ന് പറഞ്ഞാൽ ഈ ക്യാനിന് ചുറ്റുമുള്ള ഏരിയയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ബോർഡർ. ഓൾസോ നിങ്ങൾക്ക് വിക്സ് എന്താണെന്ന് അറിയാലോ, ഇതിനെയാണ് നമ്മൾ വിക്സ് വിളിക്കുന്നത്. ഈ ഒരു മൂന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഐ മീൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെറ്റിംഗ്സ് എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കാം, അല്ലെങ്കിൽ ക്യാനിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഇരിക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. ഡിഫോൾട്ട് ആയിട്ട് ജാപ്പനീസ് ക്യാൻഡിൽസ് ഗ്രീൻ ആൻഡ് റെഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്. നിങ്ങൾക്ക് താല്പര്യം മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാറ്റുന്നില്ല, എനിക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷെ എനിക്ക് ബോർഡറും ഇതൊന്നും വിക്സ് കളർ ചേഞ്ച് ചെയ്താൽ കൊള്ളാം, അങ്ങനെയും ചെയ്യാം. സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് ബോർഡറും വിക്കും എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി കാണാൻ അതിനൊരു ഭംഗി ഉണ്ടാവാറുണ്ട്. നോക്ക്, കുറച്ചുകൂടി ഒരു ഭംഗി എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബോഡി വെച്ച് ഇനി ബോഡി മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോടെ ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമുക്ക് കാൻവസിന്റെ കസ്റ്റമൈസേഷൻ. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ദെൻ രണ്ടാമത് നമുക്ക് ഇവിടെ വരുന്നത് സ്റ്റാറ്റസ് ലൈൻ ആണ്. സ്റ്റാറ്റസ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഏരിയ സ്റ്റാറ്റസ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോഗോ ഉണ്ട്. ചില ഈ ഒരു പെർട്ടിക്കുലർ പേരിന്റെ ലോഗോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർട്ട് വാല്യൂസ്, അത് ഇവിടെ കാണുന്നതാണ് ചാർട്ട് വാല്യൂസ്. ദെൻ ബാർ ചേഞ്ച് വാല്യൂസ് അതും ഇവിടെയുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിവിടെ റിമൂവ് ചെയ്യേണ്ടി വരും. ഇനി സപ്പോസ് എനിക്കിവിടെ ചാർട്ട് വാല്യൂസ് വേണ്ട, ബാർ ചേഞ്ച് വാല്യൂസ് വേണ്ട, ടൈറ്റിൽ എനിക്ക് ഇത്രയും വലിയ ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് എനിക്ക് ടിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേരിന്റെ നെയിം മാത്രമേ അവിടെ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തു, ടിക്കർ അപ്പോൾ ആ ഒരു പേരിന്റെ നെയിം മാത്രം അവിടെ വന്നു. ഓക്കെ, അപ്പോൾ എത്രയും വെച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാർട്ട് കുറച്ചുകൂടി ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ സ്കെയിൽസ് ആൻഡ് ലൈൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ക്യാൻവാസിലേക്ക് വരാം. ക്യാൻവാസിലാണ് നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സോളിഡ് ആണ് അല്ലെ, ചില വൈറ്റ് ആണ്, നിങ്ങൾക്ക് അത് മാറ്റി ബ്ലാക്ക് ആകുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബ്ലാക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരും. ബ്ലാക്ക് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിമ്പിൾസിനകത്ത് വന്നിട്ട് ബോർഡേഴ്സും വിക്കിന്റെയും കളർ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പോൾ വൈറ്റിന് എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യാണ്. ദെൻ ഇവിടെ ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റെക്ടാംഗിൾ ബോക്സ് കാണുന്നില്ല, എനിക്ക് എത്ര പേര് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ റെക്ടാംഗിൾ ബോക്സിനെ എന്ത് വിളിക്കുന്നത്, ഗ്രിഡ് ലൈൻ. അപ്പൊ എനിക്ക് ഗ്രിഡ് ലൈൻസ് ഒന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്തു, നണ്ണ് കൊടുത്തു. ദെൻ ക്രോസ് ഹെയർ വെച്ചാൽ നിങ്ങൾ കണ്ടോ, ഈ മൗസിന്റെ കേസിനെ കൊണ്ട് ഒരു പ്ലസ് കണ്ടോ നിങ്ങൾ, മുകളിലോട്ട് ലൈൻ വേണം, അതിനാണ് ക്രോസ് ഹെയർ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കളർ ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ക്രോസ് ഹെയറിൽ വരാം. ദെൻ വാട്ടർമാർക്ക് വെച്ചാൽ മെയിൻലി നമ്മളിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പെർട്ടിക്കുലർ പേരിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ടർമാർക്ക് ആയിട്ട് സ്ക്രീനിൽ കാണിക്കൽ, അതിന് വേണ്ടിയാണ് ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. തൽക്കാലം നമ്മൾ അതിലൊന്നും മാറ്റങ്ങൾ വരുന്നത്, ജസ്റ്റ് ഞാൻ ഇവിടെ ഗ്രിഡ് ലൈൻ മാത്രം നണ്ണ് കൊടുത്തു. ഞാൻ നേരെ ട്രേഡിംഗിലേക്ക് വരാം. ട്രേഡിംഗിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ ഡിഫോൾട്ട് ആയിട്ട് എന്തുണ്ട്, ബൈ ആൻഡ് സെൽ ബട്ടൺസ് ഉണ്ട്. അത്തരം ഇൻഫർമേഷൻസും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ക്രീനകത്ത് കാണാൻ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, ഇതിവിടെ വന്നിട്ട് നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ബൈ ആൻഡ് സെൽ ബട്ടൺ വേണ്ട, എന്റെ ബ്രോക്കർ ഞാൻ യൂസ് ചെയ്യുന്ന എൽപാരിയാണ്, അതിനകത്ത് ഈ ഒരു ട്രേഡിംഗ് ഇന്റഗ്രേഷൻ ഇല്ല. ഞാൻ അതിന്റെ ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് വെച്ചു. ദെൻ അലേർട്സ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അലാം സെറ്റ് ചെയ്ത് നമ്മൾ അലേർട്സ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ട കസ്റ്റമൈസേഷനും സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഈവൻസ് വെച്ചാൽ ഓൾറെഡി ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാർട്ടിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇവിടെ ഡി എന്ന് കണ്ടു, അതുപോലെ ഇവന്റ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ ചാർട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് ചാർട്ടിനകത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇവന്റ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെ ആക്സിഡന്റലി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ടെംപ്ലേറ്റ്സ് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടെംപ്ലേറ്റ്സിന് എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. സപ്പോസ് GH എന്തെങ്കിലും കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്, സേവ് കൊടുക്കുക.
ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്ത എല്ലാ സെറ്റിംഗ്സും എന്താവും സേവ് ആവും. ആക്സിഡന്റലി നിങ്ങൾ എങ്ങാനും ചാർട്ടിനെ എന്താ പറയാ ഡിഫോൾട്ട് ആക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ചെയ്തെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഡിഫോൾട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത് തിരിച്ച് മറ്റേലേക്ക് തന്നെ പോണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എല്ലാം ചെയ്യേണ്ടി വരും. ടെംപ്ലേറ്റ് സേവ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ടെംപ്ലേറ്റ് സേവ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ചാർട്ടിൽ വരിക. ചാർട്ട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണിക്കും. ഞാൻ നേരത്തെ സേവ് ടെംപ്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പോകാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട കസ്റ്റമൈസേഷൻ. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ക്യാൻവാസിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. എനിക്കിപ്പോൾ ഇവിടെ ബൈ ആൻഡ് സെൽ ബട്ടൺ വേണേൽ ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ഓൾസോ നിങ്ങൾക്ക് ഇവിടെയുള്ള സെയിം സെറ്റിംഗ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിംഗ്സിനകത്തേക്ക് പോവാതെ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ സിമ്പിൾ ടൈറ്റിൽ ഇതിനാണ് സിമ്പിൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ചാർട്ട് വാല്യൂസ്. ചാർട്ട് വാല്യൂസ് ഇവിടെ കാണിച്ചു തരാം. ഈ കാണുന്നതിനാണ് ചാർട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. ബാർ ചേഞ്ച് വാല്യൂസ് അതും അവിടെയുള്ളതിനാണ് ബാർ ചേഞ്ച് വാല്യൂ. അപ്പോൾ ജസ്റ്റ് എനിക്ക് അതൊന്നും വേണ്ട. ഞാനതൊക്കെ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ആയിട്ട്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ മതി. ഇത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഒരു സംഭവം കൂടി കാണിക്കും. ഇത് മാർക്കറ്റ് ക്ലോസ് ആണെങ്കിൽ നമുക്കൊരു ഹാഷ് ആയിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വളരെ ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിന്റെ കസ്റ്റമൈസേഷനിൽ വരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു പുതിയ പേര് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ അതിനകത്ത് നിലവിലുള്ള പേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ എഗൈൻ എന്ത് ചെയ്യുക? ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വാച്ച് ലിസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ടാബ്സ് വരും. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഡിസസും സ്റ്റോക്സും ഫ്യൂച്ചേഴ്സും ഫോറക്സും കാര്യങ്ങളെല്ലാം ഡിഫോൾട്ട് ആയിട്ട് വരും. ആൻഡ് ഓൾസോ ക്രിപ്റ്റോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ കാണുന്ന എല്ലാം വാച്ച് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഓൾറെഡി ടൈറ്റിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പുതിയ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇതിനകത്തുള്ള ഫോറക്സിനകത്തുള്ള എല്ലാം ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു പുതിയ പേര് ഏതിനകത്ത് ആഡ് ചെയ്യണം? ഫോറക്സിനകത്ത് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഹിയർ. ജസ്റ്റ് ആ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ടാബ് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ. വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു പേര് യൂറോ യുഎസ്ഡി ആഡ് ചെയ്യുന്ന വെച്ചോ. EUR USD ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഇൻഫർമേഷൻ ഇത്രയും യൂറോ യുഎസ്ഡി വരും. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ യൂറോ യുഎസ്ഡി പേരിന്റെ നെയിം കാണിക്കും. അതിന്റെ ഫുൾ സ്റ്റാൻഡ്സ് കാണിക്കും. ഓൾസോ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനെ കാണിക്കും. ഓക്കെ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനെ ചൂസ് ചെയ്യാം. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് FXCM ആണ്. അല്ലെങ്കിൽ ഞാൻ ഒനാഡയാണ് ഗോൾഡിന് യൂസ് ചെയ്യുന്നത്. Forex.com യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാണ് എൻ്റെ ഫേവറേറ്റ് ആയ ലിക്വിഡിറ്റി. വലിയ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് കാണിക്കുന്ന ഓക്കെ നിങ്ങളുടെ പ്രൈസ് ആക്ഷന്റെ സമയത്ത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ ഈ കാൻവാസ്റ്റിക് ഇൻഫർമേഷൻ ആക്ച്വലി ഈ ഒരു ഡാറ്റ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ ബ്രോക്കറിനകത്ത് ട്രേഡ് ചെയ്യുന്ന വോളിയൂംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വോളിയൂംസിനെ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് വിളിക്കും. ഈ കൊടുക്കുന്ന ഡാറ്റ കൊടുക്കുന്ന ആളുകൾ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പല ബ്രോക്കേഴ്സിന്റെയും ലിക്വിഡിറ്റി ഡാറ്റ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് തമ്മിൽ മൈന്യൂട്ട് ആയുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സം ടൈംസ് മൺഡേയ്സിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില ഡ്രാസ്റ്റിക് ആയുള്ള ചേഞ്ചസും ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ Forex.com ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺസ് ഇല്ലേ? അതൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റില്ല. Forex.com ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പെയറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂറോസിനകത്ത് വാച്ച് ലിസ്റ്റിന് ആഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ. ആ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇവിടെ വരും. നിങ്ങളുടെ ഇവിടെ വരും. കണ്ടോ? യൂറോസ്റ്റ് ഇവിടെ വന്നു. ആൻഡ് ഈ വന്ന യൂറോസിനെ എനിക്ക് ഫോറക്സിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫോറക്സിന്റെ ടാബിനകത്തേക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് നേരെ ഫോറക്സിന്റെ അവിടെ കൊണ്ടുപോയേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെയർ നമ്മൾ പുതുതായി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. നിഫ്റ്റി 50 നിഫ്റ്റി 50 ഓക്കെ. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലിമിറ്റഡ് ആയ NSE BSE മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡറിൽ. അപ്പോൾ നിഫ്റ്റി 50 ക്ലിക്ക് ജസ്റ്റ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനത് ഇവിടെ വന്നു. ഇവിടെ വന്നു. അത് ഞാൻ നേരെ എനിക്ക് ഇൻഡസ്ട്രീസിനകത്ത് കൊണ്ടുപോയേക്കണം വെച്ചാൽ ജസ്റ്റ് എന്താണ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് പിടിച്ച് വെക്കുക. നേരെ പിടിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളൊരു പേര് ഇതിനകത്ത് വാച്ച് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ഈ ആഡ് ചെയ്ത വാച്ച് ലിസ്റ്റിനകത്ത് വന്ന പേഴ്സ് എനിക്ക് ചാർട്ടിനകത്ത് കാണില്ല എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഏതാണോ പേര് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിൽ നിന്ന് റീഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് വരും. എനിക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയ ഇൻഫർമേഷൻ മുമ്പേ ആപ്പിലായിരുന്നു. ഇപ്പോൾ ഏതാണ്? നിഫ്റ്റി 50. അത് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ മതി? ഇവിടെ നോക്കിയാൽ മതി. ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു കാണിക്കുന്ന ടൈറ്റിൽസ് ഇവിടെ ഇൻഡിസസ്, സ്റ്റോക്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഐ മീൻ ഫോറക്സ്, ക്രിപ്റ്റോ ഇതിന്റെ ടൈറ്റിൽസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നില്ല എന്ത് ചെയ്താൽ ജസ്റ്റ് ടൈമിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ആ ഒരു സംഭവം അവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിനകത്ത് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. നിങ്ങളുടെ ഫോണിനകത്ത് വേറെ കാര്യം കൂടി പറയാം. ഇപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വാച്ച് ലിസ്റ്റിനുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോ ഇൻഡിസസ് ഇതെല്ലാം ഒറ്റ ഇതിനകത്താ വരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫോൾഡർ ഉണ്ടാക്കണമെന്ന് വെച്ചോ. ഇപ്പൊ ഇൻഡിസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിസസ് മാത്രം വരാൻ പാടുള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടെ വാച്ച് ലിസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പ്രീമിയം ഫീച്ചർ വേണം. ഓക്കെ. എന്നാലേ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് സിസ്റ്റത്തിനകത്ത് നിന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ട്രിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ട്രേഡിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് സിസ്റ്റത്തിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ച സെയിം ഇമെയിൽ ഐഡി ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫോണിനകത്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ഫോണിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വാച്ച് ലിസ്റ്റ് ഒരു ഹെക്ടിക്കും ഇല്ലാതെ ആഡ് ചെയ്യാൻ പറ്റും. ഫ്രീ എന്തിന്റെ ആവശ്യമില്ല? സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യുന്ന സെയിം സാധനം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? സ്വിച്ച് ചെയ്തിട്ട് കളിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ഇത് മെയിൻ ചാർട്ടാണ്. ഓക്കെ. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഫോറക്സ് ഉണ്ട്. അപ്പോൾ ഫോറക്സിനകത്ത് ഫോറക്സ് പേയേഴ്സ് മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഉണ്ടാവുള്ളൂ. എനിക്ക് ഇനി മറ്റേ മെറ്റൽസിലേക്ക് പോകണമെങ്കിൽ മെറ്റൽസിൽ കളിക്കാൻ എനിക്ക് മെറ്റൽസ് ഉണ്ടാവും. ഇതിനകത്ത് തന്നെ ഇൻഡെക്സ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും. സോ ഇത്രയാണ് വാച്ച് ലിസ്റ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ടൂൾസ്. ഓക്കെ. ടെക്നിക്കലി ഒരു പ്രൈസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇൻ പ്രൈസ് ആക്ഷൻ നമ്മൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ സ്മാർട്ട് മണിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതിനകത്ത് നമ്മൾ ഏറ്റവും പോപ്പുലർ ടൂളാണ് ട്രെൻഡ് ലൈൻ അല്ലേ? നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരയ്ക്കണം എന്ന് വെച്ചോ. ചാർട്ടിനകത്ത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരയ്ക്കണം എന്ന് വെച്ചോ. അപ്പോൾ അത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് ചെയ്യാം? ട്രെൻഡ് ലൈൻ എന്ന ടൂൾ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ എന്ന ടൂൾസ് ആണ് വെച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ നമുക്ക് റെക്ടാംഗിൾ ടൂൾ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ സപ്ലൈ സോൺ ഇവിടെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ. അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ എന്റെ സപ്ലൈ സോൺ മാർക്ക് ചെയ്യുന്ന വെച്ചോ. അപ്പൊ അതിനുവേണ്ടി എനിക്ക് എന്ത് വേണം? റെക്ടാംഗിൾ ടൂൾ വേണമല്ലേ? അപ്പൊ ഈ ടൂൾസ് എല്ലാം എവിടെയാണ് നമുക്ക് കിട്ടുക? ഞാൻ എല്ലാ ടൂൾസിനെയും ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. മേജർ ആയിട്ടുള്ളൊരു 1, 2, 3 ടൂൾസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ട്രെൻഡ് ലൈൻ ആണ്. ഈ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ നമുക്ക് എവിടെ കിട്ടും? ലെഫ്റ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിനെ കാണുന്നത് എന്താണ്? ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ടൂളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങളുടെ സ്ക്രീനകത്ത് നിങ്ങൾക്ക് ഒന്ന് ഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ട്രെൻഡ് ലൈനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഏരിയ ഡ്രോ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ബ്രേക്ക് ഔട്ട് സെക്ഷൻ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും? മൗസിന്റെ കേസിനകത്ത് കൊണ്ടുപോവുക. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ എക്സ്. അപ്പോൾ എനിക്ക് ഇവിടെയാണ് ബ്രേക്സ് നേരെ എക്സിന്റെ ഇത് വരയ്ക്കുക. പിന്നെ എക്സിന്റെ ഇത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മൗസ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഷിഫ്റ്റ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ. ഇത് ഫോണിനകത്ത് നടക്കില്ല. ഷിഫ്റ്റ് ബട്ടൺ. അപ്പോൾ ഷിഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഇവിടെ നിൽക്കുന്ന വെച്ചോ. ഷിഫ്റ്റ് ചെയ്യാൻ ഞെക്കി പിടിച്ചാൽ നിങ്ങൾ നോക്കട്ടെ സ്ക്രീനിൽ വരുന്ന മാറ്റം. നേരെ സ്ട്രൈറ്റ് ആയി. ഞാൻ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷിഫ്റ്റ് നിൽക്കിയാൽ മതി. കറക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് എനിക്ക് അതിനനുസരിച്ച് എക്സിന് ഇത് വരച്ചിട്ട് ജസ്റ്റ് അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെയും ചാർട്ടിനകത്ത് വരും. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ടൂൾ കാണാൻ വേണ്ടി പറ്റും. ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈനകത്ത് വേണ്ട കസ്റ്റമൈസേഷൻ എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഇവിടെ പെൻസിലിന്റെ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. ഇനി എനിക്ക് ഇതിന്റെ കൂടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ഇതിന്റെ തിക്നെസ് എനിക്ക് കുറയ്ക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ 2 പിക്സൽ എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 പിക്സൽ ആക്കാം. ഇനി അതല്ല 3 പിക്സൽ ആക്കാം. ഇറ്റ്സ് അപ് ടു യു. അല്ലെങ്കിൽ 4 പിക്സൽ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. then അടുത്തൊരു ലൈനിന്റെ ഓപ്ഷൻ കാണിക്കും. ഈ കാണുന്ന ലൈനിന്റെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ഡാഷ്ഡ് ലൈന്. ഇപ്പൊ ഡാഷ് ആയിട്ട് ആ ലൈൻ കാണാൻ വേണ്ടി പറ്റുക. പിന്നെ ഡോട്ടഡ് ലൈൻ ഉണ്ട്. ഡോട്ട് ആയിട്ടായിരിക്കും അത് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യം കസ്റ്റമൈസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഈ ഒരു കാണുന്നതിനകത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെറ്റിംഗ്സ് ബട്ടൺ. ഈ സെറ്റിംഗ്സ് ബട്ടൺ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സ് കിട്ടും. ഫോർ ഇത്രയും ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. സെറ്റിംഗ്സിനകത്ത് കിട്ടും. ആൻഡ് അലേർട്ട്. ഓക്കെ. നിങ്ങളിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചു. ഈ ട്രെൻഡ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്രിയേറ്റ് അലേർട്ട് കൊടുക്കുക. അപ്പോൾ സോറി. അലേർട്ട് സെയിം ഫയൽ പ്ലീസ് ചെയ്യാം. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അലേർട്ട് അവിടെ എന്താവും? സേവ് ആവും. ദെൻ അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ. ലോക്ക് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നോക്ക് ഈ ട്രെൻഡിൽ എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് നിങ്ങൾ ഒരു സാധനം വരച്ചു വെച്ചു. ആക്സിൽ ഡ്രാഗ് ആയി എവിടെയെങ്കിലും പോയി കിടന്നു വെച്ചു. അപ്പോൾ ഇതിനെ എനിക്ക് ഞാൻ മുമ്പ് വെച്ച് ചെയ്തതിന് എനിക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊന്നും മാറ്റാനേ പറ്റൂല. കണ്ടോ? ആക്സിലേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവില്ല? അവിടുന്ന് മൂവ് ചെയ്യില്ല. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും മൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഒരു അൺലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് റിമൂവ്. ഈ വരച്ച സാധനം ഡിലീറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റിമൂവ് ബട്ടൺ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് സൈഡിൽ വന്നാൽ എനിക്ക് ഫസ്റ്റിനെ കാണാൻ പറ്റും. ഇത് ട്രെൻഡ് ലൈൻ ആയിട്ട് കിട്ടും.
ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ പോയി എടുക്കാം. ചിലതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഈ ട്രെൻഡ് ലൈനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. നിങ്ങൾ മൗസിനെ കേഴ്സർ കൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ഏറോ കാണാൻ വേണ്ടി പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ട്രെൻഡ് ലൈൻ ടൈപ്പ് ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ഈച്ച് ടൂളും അങ്ങനെ തന്നെയാണ്. ഓരോ ടൂൾസിനകത്ത് നിങ്ങൾ മൗസിന്റെ കേഴ്സർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ടൂൾസ് നിങ്ങൾക്ക് എന്തായിട്ട് വരും? എക്സ്പാൻഡ് ആയിട്ട് വരും. ഇത് ഇത്രയും അധികം ഡാറ്റ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് വേണ്ടി ജസ്റ്റ് മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ട്രെൻഡ് ലൈനകത്തിന് ഒരുപാട് ടൈപ്പ് ഓഫ് ട്രെൻഡ് ലൈൻസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രെൻഡ് ലൈൻസ് നമുക്കിനി ക്വിക്ക് ആയിട്ട് എടുക്കണമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ എനിക്ക് ഈ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ എനിക്ക് ക്വിക്ക് ആയിട്ട് വേണം. എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിലേക്ക് മൗസ് കൊണ്ടുപോയി നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? ആഡ് ടു ഫേവറേറ്റ്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു സാധനം സ്ക്രീനിനകത്ത് തുറന്നു വരും. ഓക്കെ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞത്. ഞാൻ ആഡ് ചെയ്യുന്ന ഓരോ സാധനവും ഈ ഫേവറേറ്റിൽ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ അതിൻ്റെ കൂടെ ഇപ്പം ഹൊറിസോണ്ടൽ റേ യൂസ് ചെയ്തു. കണ്ടോ അവിടെ വന്നത്? ഓക്കെ, വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്തു. അതവിടെ വന്നിട്ട് ക്രോസ് ലൈൻ യൂസ് ചെയ്തു. അപ്പൊ ഞാൻ ഫേവറേറ്റിൽ ആഡ് ചെയ്യുന്ന ഓരോന്നും ഇവിടെ വരും. ഇവിടെ ഈ ഒരു ഫേവറേറ്റ് ടൂളിനകത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് വന്നിട്ട് ഫേവറേറ്റിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത് എനിക്ക് ഒരു റെക്ടാങ്കിൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു റെക്ടാങ്കിൾ ടൂൾ അല്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു പെൻസിൽ ചിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടെ എന്ത് കിട്ടും? റെക്ടാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിൾ എന്ത് ചെയ്യുക? ഫേവറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്താണ് നമുക്ക് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. അതായത് നമുക്ക് ഈ ടൂളിനകത്ത് കഴിഞ്ഞാൽ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും കിട്ടും. അതൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ യൂസ് കേസ് എല്ലാം വെച്ചിട്ട്. ജസ്റ്റ് അതും ഞാൻ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഫേവറേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അടുത്ത ആവശ്യമുള്ളതാണെങ്കിൽ ടെക്സ്റ്റ് ടൂൾ. എന്തെങ്കിലും ചാർട്ടിനകത്ത് ഡ്രോ ചെയ്യുന്ന ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് എന്ത് ചെയ്യാം? ഫേവറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഫേവറേറ്റ് സാധനം എനിക്ക് ഹൈഡ് ചെയ്യണമെങ്കിലോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ? ഫേവറേറ്റ് ചിഹ്നം. ജസ്റ്റ് അവിടെ എന്ത് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെല്ലാം ഹൈഡ് ആയി പോകും. ഇനി വീണ്ടും കിട്ടണമെങ്കിലോ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ടൂൾസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇൻക്ലൂഡിങ് നിങ്ങളിപ്പോൾ ഇപ്പോൾ എന്താ യൂസ് ചെയ്യുക? എലിറ്റ് വേവ് യൂസ് നിങ്ങൾക്ക് വേവ് തിയറിന് വേണ്ടിയുള്ള സാധനം 1, 2, 3, 4, 5ന്റെ ഹെഡ് ആൻഡ് ഷോൾഡറിന് വേണ്ടിയുള്ള എല്ലാണ്ട് എബിസിഡി, എക്സ്-എ-ബി-സി-ഡി നമ്മള് എന്താ പറയാ ഹാർമോണിക് തിയറിയിലൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് എവിടെ കിട്ടും? ഈ ഒരു കാണുന്ന ഏരിയനകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നിങ്ങളുടെ ആവശ്യമുള്ള ടൂൾസ് അതുപോലെ ഗ്യാൻ ബോക്സ്, ഫിബൊനാച്ചി റിട്രേസ്മെന്റ്, ഫിബ് റിട്രേസ്മെന്റ് ഒക്കെ നമുക്ക് ഈ രണ്ടാമത്തെ ടൂളിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫേവറേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്ത് വരുന്ന തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പോവാവുന്നതാണ്. ഓക്കെ. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാനിവിടെ ട്രെൻഡ് ലൈൻ വരച്ചു. എനിക്കിവിടെ ബ്രേക്ക് കോൺസെപ്ഷൻ നടന്നിട്ട് ചാടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ടെക്സ്റ്റ് യൂസ് ചെയ്യും. അവിടെ കൊണ്ടുവന്ന് വെക്കും. പിഒഎസ് ടൈപ്പ് ചെയ്യും. അല്ലേ? ദെൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിന്റെ കസ്റ്റമൈസേഷൻ എല്ലാം ടൈപ്പ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓൾസോ ഇവിടെ 40 നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. എനിവേയ്സ് നിങ്ങൾക്ക് ഈച്ച് ടൈം നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് യൂസ് ചെയ്യണം. പിഒഎസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ ടൈമും ഇതിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമുക്കിത് സിമ്പിൾ ആക്കാൻ വേണ്ടി ടെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാ? ഇത് നേരെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ സി നിൽക്കുക, കൺട്രോൾ വി നിൽക്കുക. അപ്പോൾ എന്തായിക്കോളും? പേസ്റ്റ് ആയിക്കോളും. ഇതൊരു മെത്തേഡാണ് നമുക്ക് നമ്മുടെ വർക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കാൻ വേണ്ടി. ഇതല്ലാതെ നമുക്ക് ഈ ചെയ്യുന്നതിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാ? അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ട്രെൻഡ് ലൈനകത്തും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. കോൾ ടെംപ്ലേറ്റ്സ്. ഓക്കെ. നമ്മൾ മുമ്പ് ചാർട്ടിന് ഈ ഒരു കളറൊക്കെ കൊടുത്ത് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തില്ലേ? അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻസിനകത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബിയോസ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. ദെൻ എവിടെയെങ്കിലും ഡ്രോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ എല്ലാ കസ്റ്റമൈസേഷനും ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ മുന്നിലെ ഈ സാധനം നിങ്ങൾക്ക് മുകളിലോട്ടും താഴോട്ടും ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. ഓൾസോ നമുക്ക് ഇതിലും ഒരു സംഭവമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടേലും പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിന്റെ ഈ ഒരു ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്തു വന്നു. ഞാൻ നേരെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ. നമ്മൾ ഇതിന്റെ ഒരു ഫ്രീ ആയിട്ട് കുറച്ച് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാൻ യു സീ ദാറ്റ്? ഹിയർ. ഓക്കെ. ജസ്റ്റ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. കളറ്, ഫോണ്ട് സൈസ്, ബോൾഡ് ആൻഡ് ഇറ്റാലിക് ആൻഡ് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ, ടെക്സ്റ്റ് അലൈൻമെന്റ് ആൻഡ് ടോപ്പ് സെന്റർ മീറ്റർ ആൻഡ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഓൾസോ നമുക്ക് ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ ട്രെൻഡ് ലൈനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അപ്പോൾ എനിക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ടൈപ്പ് ചെയ്യാന്ന് വെച്ചോ. ജസ്റ്റ് ബിയോസ് എന്ന് കൊടുക്കുക. ഓക്കെ. ബിയോസ് അവിടെ വന്നല്ലോ. ചാർട്ടിൽ വന്ന് ആ ടണലിന്റെ കൂടെ വന്നല്ലോ.
പക്ഷെ ഇതിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ബ്ലൂ കളറാണുള്ളത്. എനിക്ക് റെഡ് ആക്കണം വെച്ചോ, ജസ്റ്റ് റെഡ് ക്ലിക്ക് ചെയ്യാം. ബ്ലാക്ക് ആക്കണം എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ നിങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെ അതിന് സൈസ് കുറയ്ക്കണം. എന്ത് ചെയ്യാം, ഞാനൊരു 11 വെച്ചു. ഓക്കെ, അപ്പോൾ സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. then അതിനൊരു ചെറിയ സ്റ്റൈൽ കൊടുക്കണം. ബോൾഡും ആക്കണം, ഇറ്റാലിക്കും ആക്കണം. ഓക്കെ, ദെൻ അത് രണ്ടും കൊടുത്തു. അപ്പോൾ ഒരു ബോൾഡും ആയി, ഒന്ന് ലാലേട്ടനെ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. നിങ്ങൾക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചോ, ബിയോസിൻ്റെ കൂടെ വേറെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഏകത് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ബിയോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ ടെക്സ്റ്റ് അലൈൻമെന്റ് ഇതിപ്പോൾ മുകളിലാണ്, എനിക്ക് താഴോട്ടാക്കണം എന്ത് ചെയ്താൽ മതി, ബോട്ടം കൊടുത്താൽ മതി. മിഡ് ആക്കണം, ജസ്റ്റ് മിഡിൽ കൊടുത്താൽ മതി. അപ്പോൾ സെൻറ്ററിലേക്ക് വരും. ഇനി ഇതിപ്പോൾ സെൻട്രലാണ് ഉള്ളത് അല്ലേ, ഈ ട്രെൻഡ് ലൈനിൻ്റെ ഏറ്റവും മിഡിലാണ് ഉള്ളത് അല്ലേ. എനിക്കത് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻട്രലാണ്, എനിക്ക് ഏറ്റവും ലെഫ്റ്റിൽ സെൻട്രലാക്കുന്നത് വെച്ചോ, ഐ മീൻ ലെഫ്റ്റിൽ മിഡ് ആക്കുന്നത് വെച്ചോ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റിൽ മിഡ് ആണ്, റൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും സെൻട്രലായി യൂസ് ചെയ്യും, സെൻട്രൽ ഞാൻ വെച്ചു. അപ്പോൾ ഇത്രയും കാര്യം സെറ്റ് ചെയ്തു. ഇനി ഈ സംഭവം എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് എന്ത് ചെയ്യാണ്, ടെംപ്ലേറ്റ്സ് ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ടെംപ്ലേറ്റ്സ് ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക, ഇതിന് പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ബിയോസ് തന്നെ കൊടുത്തു. ബിയോസ് ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, കൊടുക്കുക, സേവ് കൊടുക്കുക, ഡൺ. ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എക്സാമ്പിൾ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഞാൻ സി എച്ച് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ചോക്ക്, എനിവേസ് സി എച്ച് ടൈപ്പ് ചെയ്തു, ടെംപ്ലേറ്റ്സിൽ വരിക, സേവ് എസ് കൊടുക്കുക, സി എച്ചിന് കൊടുക്കുക. ദെൻ ഇനി വേറെ എക്സാമ്പിൾ, പ്രീവിയസ് ഡേ ഹൈ. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് EDH സ്റ്റാൻഡ് ഫോർ പ്രീവിയസ് ഡേ ഹൈ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടെംപ്ലേറ്റ്സിൽ വരിക, സേവ് ആസ് കൊടുക്കുക, EDH എന്ന് കൊടുത്താൽ മതി. യൂസ് കേസ് ഞാൻ പറഞ്ഞുതരാം. ദെൻ പ്രീവിയസ് ഡേയിലോ ഞാൻ എന്ത് ചെയ്തു, PDL പ്രീവിയസ് ഡേയിലോ ടെംപ്ലേറ്റ്സിൽ വരിക, സേവ് ആസ് കൊടുക്കുക, അഗെയിൻ PTL. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഈച്ച് ടൈം നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് മാറ്റാം, കളർ ചേഞ്ച് ചെയ്യാം, ഇതിൻ്റെ ഈ മിഡ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. എവറിത്തിങ് ഇസ് പോസിബിൾ. ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻസ്, ഐ മീൻ ഇതിൻ്റെ തിക്നെസ്സും ഇതൊക്കെ നിങ്ങൾക്ക് ഈച്ച് ടൈം എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യം സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടെംപ്ലേറ്റ്സിൽ വരിക, സേവ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാ സേവ് ചെയ്യൽ, ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഈ ട്രെൻഡ് റിലേറ്റഡ് ആയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ സേവ് ചെയ്ത് വെച്ചാൽ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് യൂസ് ചെയ്യണം, ടെക്സ്റ്റ് വരണം, ദെൻ ബിയോസ് കൊണ്ടുപോയി വെക്കണം, ടൈപ്പ് ചെയ്യണം. ഇതേ സെയിം സാധനം ഞാൻ എന്ത് ചെയ്യുക, വേറെ രീതി കാണിച്ചു തരാം. ട്രെൻഡ് ലൈൻ എടുത്തു, ഇവിടെ എനിക്ക് ചേഞ്ച് ഓഫ് കാര്യം സംഭവിച്ചു, ഞാൻ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ടെക്സ്റ്റ് വന്ന് കൊണ്ടുപോയി ടൈപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ട്രെൻഡ് ലൈൻ്റെ ടൂൾ വരുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് സാധനം വന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു സംഭവം. അതിനാണ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ജസ്റ്റ് ചേച്ചിൽ ക്ലിക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചാറിനകത്ത് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ട് പോകാം. മനസ്സിലായോ? അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു കസ്റ്റമൈസേഷൻ ഇതിനകത്ത് ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങളിപ്പം റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സപ്ലൈ സോണോട് മാർക്ക് എന്ന് വെച്ചോ, ജസ്റ്റ് മാർക്ക് ചെയ്യും. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഈ രീതിയിലാണ് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, ഇതിനിപ്പോൾ ബോർഡർ ഉണ്ട്, ഇൻസൈഡിലെ കളർ ചെയ്യാം, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ടൂൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നാമത് ലൈൻ ടൂൾ കളർ, ഇതിൻ്റെ ബോർഡർ, ദെൻ ഈ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കളർ, ഇൻസൈഡിലെ കളർ. അപ്പോൾ ലൈൻ ടൂൾ ഞാൻ പൊതുവെ ബോർഡേഴ്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നേരെ ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒപ്പാസിറ്റി എന്ന് കണ്ടോ, ഒപ്പാസിറ്റി ഇവിടെ 0 കിടക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 100 കിടക്കുന്നത്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 0 വയ്ക്കാൻ മതി. ഇപ്പോൾ കണ്ടോ ബോർഡർ അവിടെ പോയത്. ഇനി എനിക്കിത് ഇതിനകത്തുള്ള കളർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ, എന്ത് ചെയ്താൽ മതി, ഞാൻ അവിടെ റെഡ് യൂസ് ചെയ്തു സപ്ലൈ സോണിന് വേണ്ടി. ദെൻ സെയിം നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. തിക്നെസ്, ഒപ്പാസിറ്റി ഇൻ ദ സെൻസ് അതിൻ്റെ തിക്നെസ്, ഓക്കെ, കളറിൻ്റെ തിക്നെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ സെറ്റിംഗ്സിൽ വരിക, ടെംപ്ലേറ്റ്സിൽ വരിക, സേവ് ആസ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് സപ്ലൈ സോൺ എന്ന മാർക്ക് ചെയ്യുന്നത് ഉള്ളിൽ ടെക്സ്റ്റ് കൊടുക്കണം, സപ്ലൈ സോൺ എഴുതുന്ന വെച്ചോ, സപ്ലൈ സോൺ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ടുപോയേക്കാം. ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് യൂസ് ചെയ്യാം, ബോൾഡ് ഇറ്റാലിക് യൂസ് ചെയ്യാം, അതിന് ഇൻസൈഡിലെ ബോട്ടോ ടോപ്പോ ടു യു, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കസ്റ്റം ചെയ്യാം. അപ്പോൾ ഇത് സപ്ലൈ സോൺ ആണ്. സേവ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സേവ് ആസിൽ വരിക, സപ്ലൈ സോൺ, ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് SZ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് ഡിമാൻഡ് സോൺ ചെയ്യണമെങ്കിലോ, ടൈലിൽ വരിക, വേറെ കളർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം, ഞാൻ ബ്ലൂ യൂസ് ചെയ്തു. ഞാൻ ടെക്സ്റ്റ് എനിക്ക് സപ്ലൈ എന്ന് മാറ്റിയിട്ട് എന്താക്കണം, ഡിമാൻഡ് ടൈപ്പ് ചെയ്തു, ടെംപ്ലേറ്റ്സിൽ വരിക,
ഡിമാൻഡ് സോൺ സേവ് ചെയ്തു. ദെൻ ഇത്രയേ ഉള്ളൂ. അത് ഞാനിവിടെ ഡിമാൻഡ് സോണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെംപ്ലേറ്റ് സേവ് ചെയ്താൽ മതി. സപ്ലൈ സോൺ കൊടുത്താൽ മതി. സപ്ലൈ സോൺ അവിടെ വരും. ഓക്കെ, നിങ്ങൾക്ക് ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യണമല്ലോ, ജസ്റ്റ് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡിമാൻഡ് സോൺ പ്രോപ്പർ അല്ല എന്നൊരു എക്സാമ്പിൾ കാണിക്കുക, ഡ്രോ ചെയ്യുക. ദെൻ ഓക്കെ, ഡിമാൻഡ് സോൺ ഐ തിങ്ക് സേവ് ആയിട്ടില്ല തോന്നുന്നു. നമുക്കൊന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, DZ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓ ഷിറ്റ്, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുപോയി. ടി ഓ ഡിമാൻഡ് സോൺ ടെംപ്ലേറ്റ്സിൽ വരിക. ഓൾറെഡി DZ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യണ ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. യെസ് കൊടുക്കുക. എക്കെയിൻ വരിക, സേവ് ആസ് കൊടുക്കുക. DZ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാനും പറ്റും, ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും അതിനകത്ത് ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ ടെസ്റ്റിന് കസ്റ്റമൈസേഷൻ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടൂൾസിൻ്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതോടുകൂടി നിങ്ങൾക്കൊരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ ഈ വരച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ക്വിക്കായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഡ്രോയിങ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വരച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിപ്പോൾ. ഇനി ഈ ഡിലീറ്റ് ആയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ മുകളിൽ നിങ്ങൾ കണ്ടല്ലോ അൺഡു റീഡു ബട്ടൺസ് ഉണ്ടാവും അല്ലേ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരച്ച കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓൾസോ അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് വരച്ച ഈ വ്യൂസ് മാത്രം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സപ്ലൈസ് മാത്രം റിമൂവ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് നോക്കുക. അതിനകത്ത് ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അൺഡു ചെയ്താൽ മതി. ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്മാർട്ട് മണി ഓർ എനി സ്ട്രാറ്റജി ഇതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിൻ്റെ ബേസ്ഡ് ആണ് അനലൈസ് ചെയ്യുന്നത് അല്ലേ. ഡെയിലി, അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ H4 H1. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഡി എന്ന് പറഞ്ഞ സാധനം മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഡി റെപ്രസെൻറ്റ്സ് ഡെയിലി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ള ടൈം ഫ്രെയിംസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് വേണമെന്ന് വെച്ചോ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്, ജസ്റ്റ് ഇവിടെ ഡെയിലി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിം ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് 1 മിനിറ്റ് വേണം. 1 മിനിറ്റ് ജസ്റ്റ് ഇവിടെ മൗസ് കൊണ്ടുപോയി ഫേവറേറ്റ് ബട്ടൺ കാണാം. ജസ്റ്റ് 1 മിനിറ്റ് ആവശ്യം ഞാൻ സെലക്ട് ചെയ്തു. 5 മിനിറ്റ് ആവശ്യമുണ്ട്, 50 മിനിറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈം ഫ്രെയിംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു സ്റ്റാർ ബട്ടൺ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഫേവറേറ്റ് ചെയ്ത് ഈ ടൈം ഫ്രെയിം വരും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അത് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാനെല്ലാം പറ്റും. സോ നിങ്ങൾ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ടൂൾസിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് ഇവരുടെ പ്രീമിയം പ്ലാൻസ് ഒക്കെ ചെക്കൗട്ട് ചെയ്യാം. പേഴ്സണലി ഐ റിക്കമെൻഡ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യണം, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രീമിയം വേണം. നിങ്ങളൊരു പുതിയൊരു ഓൾറെഡി നിങ്ങൾ ഇതിനകത്ത് അക്കൗണ്ട് ഉള്ള ഒരാളാണ്, നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഒഴിവാക്കിയിട്ട് പുതിയൊരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ഡേയ്സ് ട്രയലൊക്കെ കിട്ടും. ആ ട്രയൽ എന്തായാലും നിങ്ങൾക്ക് നല്ല എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ വരിക, പ്ലാൻസ് നോക്കുന്ന ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണും. ദെൻ നിങ്ങൾ എക്സ്പ്ലോർ അവർ പ്ലാൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം ഐ തിങ്ക് എന്താ പറയുക, ഓഫേഴ്സ് എന്തോ ഉണ്ടായിട്ട് നമ്മുടെ ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട്. ആ ഫ്രീഡം സെയിലിൻ്റെ ഭാഗമായിട്ട് എസെൻഷ്യൽ ഇതിൽ 3 പ്ലാൻസാണ് ഉള്ളത്, എസെൻഷ്യൽ പ്ലസ് പ്രീമിയം. ഓക്കെ, പ്രീമിയം ഏറ്റവും ഹയസ്റ്റ് പ്ലാന്. ഇവിടെ നിങ്ങൾക്ക് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ എസെൻഷ്യൽ നമുക്ക് 805 പെർ മന്ത് വരുന്നുള്ളൂ. ആനുവൽ എടുക്കുമ്പോൾ ഒരു 9 രൂപേൻ്റെ അടുത്തൊക്കെ വരും. ഓക്കെ, ഇപ്പോഴത്തെ ഓഫർ. ഇനിയിപ്പോൾ മന്ത്ലി എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് 1295. ആൻഡ് ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ നിങ്ങൾ GST ആയിട്ട് നിങ്ങളൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ 80% നിങ്ങൾ GST പേ ചെയ്യേണ്ടി വരും. ദെൻ ഞാൻ പ്രീമിയം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ്, ഇതാണ് പ്രീമിയത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേ ട്രേഡിംഗ് വ്യൂയുടെ പ്ലാൻസ് ഒക്കെ നമുക്ക് എന്താ പറയുക, ടെലഗ്രാമിലൊക്കെ 1 മന്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇറ്റ്സ് ടെമ്പററി. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിനകത്ത് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. റീസെൻ്റ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പുള്ളി ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് താല്പര്യം ചെയ്ത് ചോദിച്ചാൽ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ട്രേഡിംഗ് വ്യൂയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡ്.
ഇതിനകത്ത് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണത് എവരിത്തിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾസോ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് മാഗ്നറ്റിക് ടൂൾ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും. കാന്തത്തിന്റെ ചിഹ്നം. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സാധനം ഇത് നിങ്ങൾക്കിവിടെ വരയ്ക്കാന്ന് വെച്ചോ. ചേഞ്ച് ഓഫ് കെയർ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ കൊണ്ടുപോയി വെച്ച് കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ. ഞാൻ എന്ത് ചെയ്തു? ചേഞ്ച് ഓഫ് കെയർ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതേ സെയിം സാധനം ഞാനിവിടെ കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഈ ഒരു ഓരോ വിക്സിന്റേലും അല്ലെങ്കിൽ നമുക്കിത് പിൻ പോയിന്റ് ചെയ്ത് കൊണ്ടുപോയേക്കണം. നമ്മൾ അത്രയും കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് കൊണ്ടുപോയേക്കണം. ഇതേ സംഭവം കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ? ജസ്റ്റ് മാഗ്നറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. മാഗ്നറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇതിങ്ങനെ ഒരു ഒട്ടി പിടിക്കും. ഓഹ് ഐ തിങ്ക് ഇത് വീക്ക് സ്ട്രോങ് കൊടുത്തു. സ്ട്രോങ് കൊടുത്ത് ഇങ്ങനെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇവിടെ ഓൾറെഡി എൻ്റെത് ഞാൻ മാഗ്നറ്റ് എനേബിൾ ചെയ്യുന്നുണ്ട്. ടെൻഷൻ ലൈൻ. ഇതാണ് ഇവിടെ ഒട്ടി പിടിക്കുന്നുണ്ടോ നിങ്ങൾ? മറ്റേ അക്കൗണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ മൗസ് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒട്ടി പിടിക്കുന്നുണ്ട്. മറ്റേ ഞാൻ എന്ത് ചെയ്യണം? അത് എനേബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി അത്രയും പ്രിസൈസ് ആയിട്ട് കൊണ്ടുപോയി വെക്കണം. അല്ലേ? പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു മാഗ്നറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര കെയർലെസ് ആയിട്ട് എങ്ങനെ കെയർലെസ് ആയിട്ട് കൊണ്ടുപോയി വെക്കണ്ട. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇതിന്റെ മെയിൻ പ്രശ്നം നീ ഷിഫ്റ്റ് കീ നിൽക്കിയില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് നിൽക്കൂല കണ്ടോ? ഒട്ടി പിടിക്കും അതിലേക്ക്. ഷിഫ്റ്റ് നിൽക്കിയാൽ സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ ടെംപ്ലേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക, സേവ് ചെയ്യുക. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മുടെ കീപ് ഡ്രോയിങ്സ്. കീപ് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ട്രെൻഡ് ലൈൻ യൂസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ബിയോസ് മാർക്ക് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ജസ്റ്റ് ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യും. ബിയോസ് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത് ഞാൻ ബിയോസ് സെലക്ട് ചെയ്തു. ദെൻ എഗെയിൻ എനിക്ക് അടുത്ത ഏരിയയിലൊരു ചേഞ്ച് ഓഫ് കെയർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം മാർക്ക് ചെയ്യുന്നത് വെച്ചോ. പക്ഷേ ഈ ട്രെൻഡ് ലൈൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വരണം. പക്ഷേ വൺസ് ഞാനിവിടെ ഇത് കീപ് ഡ്രോയിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കാം. അതിനാണ് കീപ് ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ പ്രശ്നം നിങ്ങളുടെ ആവശ്യം ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. ദെൻ അവസാനത്തെ ഒരു ലോട്ട് മാത്രം വീണ്ടും എന്തിനായിരിക്കും? കീപ് ഡ്രോയിങ് ആയിരിക്കും. അതും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം തീർന്നു. അപ്പോൾ അതിനാണ് ഈ കീപ് ഡ്രോയിങ് യൂസ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ലോക്ക് വെച്ചാൽ മൊത്തം നമ്മൾ മുമ്പ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും നമ്മൾ ലോക്ക് ചെയ്യായിരുന്നു അല്ലേ? അതിന് പകരം ചാർട്ടിൽ വരച്ച മൊത്തം ലോക്ക് ചെയ്യാനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. അതിനടുത്ത് നമുക്കിവിടെ ഈ വരച്ച കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹൈഡ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊത്തം ഹൈഡ് ചെയ്യണമെന്ന് വെച്ചോ. ജസ്റ്റ് ദി ഹൈഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ പല ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ പിക്ചർ കാര്യങ്ങളെല്ലാം. ആൻഡ് ഞാൻ അഗെയിൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ട്രെയിനിങ് പഠിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്മാർട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഓൾസോ ഇപ്പോൾ ഒരു 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ സ്മാർട്ട് മണിയുടെ. ആൻഡ് ഒരുപാട് ട്രെയിനിങ് റിലേറ്റഡ് ആയ സ്റ്റെപ്സ് എല്ലാം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്രയും വർത്താന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടൻസ് വർത്ത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.